പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമുക്ക് പരമേശ്വരൻ്റെ ദർശനവും ജഡത്തിലെ ശൂലത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അവിടെ വായിക്കുന്ന ഒരു ഭാഗമാണ്, കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നു, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കുന്നു സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ആർക്ക് വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി. ക്രിസ്തുവിന് വേണ്ടി. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ അത് കയ്യേറ്റമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, ഉപദ്രവമായിരിക്കാം, ഞെരുക്കമായിരിക്കാം, വേദനയായിരിക്കാം, എന്തുമാകട്ടെ അത് ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സഹിക്കുവാനാണ്, സഹിപ്പാൻ നിങ്ങളുടെ മനസ്സ് വെക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമായി തീരുവാനിടയായി. പലരും അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പല വഴികളും തേടി എന്ത് ചെയ്യുന്നു? ദൈവകൃപ വിട്ട് പാപത്തിൽ പോയി വീഴുന്നു. എന്നാൽ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ബലഹീനതയോ കയ്യേറ്റമോ ബുദ്ധിമുട്ടോ ഉപദ്രവമോ ഒക്കെ സഹിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നിത്യതയോളം നിൽക്കുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഞാൻ ഒത്തിരി ഞെരുക്കം അനുഭവിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ നിന്നുകൊണ്ടാണ്, അല്ലേ? നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ടാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾ കർത്താവിൻ്റെ ഒരു സാക്ഷി ആയതുകൊണ്ടൊക്കെ നിങ്ങൾ ഉപദ്രവമൊക്കെ സഹിക്കുക. കർത്താവ് കുഞ്ഞെ, ഒരു പ്രതിഫലമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഏതെങ്കിലും ബലഹീനതയോ കയ്യേറ്റമോ ബുദ്ധിമുട്ടോ ഒക്കെ സഹിക്കും, നിങ്ങൾ എടുത്തെടുത്ത് പറയണം അധരങ്ങൾ കൊണ്ട്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നവരെ കർത്താവ് കാത്ത് പരിപാലിച്ച് ജയാളിയായി തന്നെ നടത്തും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനാണ്ട് നന്ദി പറയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കർത്താവേ, യാചനകൾ കർത്താവേ, അവരുടെ പ്രയാസങ്ങളിൽ കർത്താവിന് വേണ്ടി അനുഭവിക്കുന്നതിൽ ഉള്ള ബലം കൊടുത്ത്, ശക്തി കൊടുത്ത് നിറച്ച് നടത്തും. പ്രാർത്ഥനയോട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.